അജി എന്ന മധ്യവയസ്കന്റെ ഒരു മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ ആ വീടിന് പരിസരത്ത് ഒരു കടുവയെ കൂടി കണ്ടെത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക അത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കവിടെ MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, അതൊരു വലിയ ആശങ്ക തന്നെയാണ്. ഈ വന്യജീവികൾ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ഒരു ജീവൻ നഷ്ടമായും തൊട്ടു പിന്നാലെ അവിടെ കടുവയുടെ സാന്നിധ്യം കൂടി ഉണ്ട് എന്നറിയുമ്പോൾ ഉറപ്പായും അതിൽ വലിയ ആശങ്ക ഉണ്ടാവും ജനങ്ങൾക്ക്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെ എപ്പോഴാണ് ഈ കടുവയെ കണ്ടെത്തിയത്? എൽദോ, നമുക്ക് എന്തായാലും ആ കടുവയെ നേരിട്ട് കണ്ട ചേച്ചിമാരിലേക്ക് തന്നെ പോകാം. ചേച്ചി, എപ്പോഴാണ് കടുവയെ കണ്ടത്? എങ്ങനെയാണ് സംഭവിച്ചത്? കാര്യങ്ങളൊന്നും പറയാം. കൃത്യം 6:30 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകാൻ ഇറങ്ങിയത്. എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. റോഡിലോട്ട് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അങ്ങേ വശത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ടു, ഞെരിയുന്ന ഒരു ഒച്ച. ആദ്യം ഞാൻ ഓർത്തു ആനയായിരിക്കും എന്ന്. ആനയാണോ മാനാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു അലർന്ന ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒന്നോടെ കരയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആനയാ. ഭയങ്കര എല്ലാം ഇളക്കി മറിച്ച് വരുന്ന പോലത്തെ ഒരു ഒച്ചയാണ് കേട്ടത്. വേഗം ഞാൻ മേലേക്ക് കയറി കഴിഞ്ഞ് ആ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോണ്ടാ കയറുന്നത്. അവര് കേട്ടോ ഇല്ലോന്ന് എനിക്കറിയില്ല. അന്നേരത്തേക്ക് അത് ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം സൈഡിലോട്ട് മാറി ആ വീട്ടിലെ ചേട്ടനോട് വിളിച്ചു എന്നെ ഒന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണുപോയി. പിന്നെ അവരാണ് എന്നെ പിടിച്ച് അങ്ങോട്ട് മേലോട്ട് കയറ്റിയത്. ഞാനങ്ങും അറിയുമല്ല ഇതെന്താ ഇങ്ങനെ പാസ് ചെയ്ത ഒരൊറ്റ പോക്ക. ഞാൻ ആദ്യം ഓർത്ത് ചെറിയ ആനയായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. എന്താ സാധനം എന്ന് ഞാൻ തിരിഞ്ഞ് ശരിക്കും നോക്കിയില്ല. കുറച്ചു ദിവസമായിട്ട് രാവിലെ പള്ളി പോക്കൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ അതെ. എന്നിട്ട് ഇറങ്ങിയതാണോ? പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത്ര തൊട്ടടുത്ത ഇതാണ് വീട്. അപ്പൊ കുഴപ്പമില്ല, റോട്ടിൽ നിന്ന് മാറിയാൽ മതിയല്ലോ എന്നോർത്താണ് കേറിയത്. ലിസിനും വലിച്ചു കയറ്റിക്കൊണ്ട് ഞാനങ്ങ് പോയി പിടിച്ചപ്പോഴത്തേനും അവിടുന്ന് എന്തോ ഓടി കയറണ ഞാൻ കണ്ടു. എന്താന്ന് തിരിഞ്ഞില്ല. ഈ ചേച്ചി ഇതിലെ ഓടി വരുന്നുണ്ട്. ഈ പെണ്ണ് ഓടി വന്നപ്പോ ഞാൻ ഓർത്ത് കറണ്ട് പതിട്ടിയാണ് എന്നാന്ന് എനിക്കൊരു ഭയങ്കര സൗണ്ടായിപ്പോയി. എന്നാ ഏതൊന്നും എന്നാണേലും ഇവിടെ പിടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി വലിച്ചു കയറ്റി പെരക്കകത്ത് കൊണ്ടുവിട്ട് അത് കൊടുത്തു. എന്നിട്ട് ഇതിനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു, വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അപ്പൊ എന്താ പറ്റിയെന്നറിയില്ല. ഞാൻ തിരുമുകയും ചെയ്തു നന്നായിട്ട്. എൽദോ, ഇതുവഴിയാണ് ഈ കടുവ കടന്നു വന്നത്. നമുക്ക് പാടുകൾ തന്നെ കാണാം. ഈ ഭാഗം, ഈ ഭാഗത്തെ പാടുകൾ ഈ അടർന്നു കിടക്കുന്ന ഭാഗമുണ്ട്. ഈ വഴിയാണ് കടുവ കയറി വന്നത്. ഇതിന് തൊട്ട് താഴേക്ക് പോയാൽ കൃഷിയിടമാണ്. അതിനപ്പുറം കാടാണുള്ളത്. കഴിഞ്ഞ ദിവസം അജീഷ് മരിച്ച സ്ഥലം ഈ ഭാഗം തന്നെയാണ്. നമുക്ക് കാണാം അജീഷിന്റെ സംസ്കാരം നടന്ന സെന്റ് അൽഫോൺസ ചർച്ച് പടമല എന്നത് ആ പള്ളിയാണ് അവരുടെ പള്ളി. അതിന്റെ വളരെ അടുത്ത്, ഏതാണ്ട് ഒരു 500 മീറ്റർ പോലും ദൂരമില്ലാത്ത ഇടത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ജനങ്ങൾ അങ്ങേയറ്റം ഭീതിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. അവിടെ നിന്നും ആ ചേച്ചിയുടെ സമീപത്തൂടെ വന്ന കടുവ ഈ വഴിയിൽ കൂടെ മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുവയുടെ കാൽപ്പാടുകൾ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാട്ടിക്കൊടുക്കാൻ കഴിയും. ഈ പാടുകളാണ് കടുവ മുകളിലേക്ക് പോയത്. ഈ വഴിയിൽ കൂടെ പോയിരിക്കുന്നു. ജനങ്ങൾ അങ്ങേയറ്റം പരിഭ്രാന്തരായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം ആന കൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കടുവയുടെ സാന്നിധ്യം അതേ മേഖലയിൽ വന്നിരിക്കുന്നു. കടുവ മുകളിലേക്ക് ഏത് വശത്തേക്ക് പോയി എന്നതിനെ കുറിച്ച് വിവരമില്ല. ജനവാസ കേന്ദ്രങ്ങളാണ് മുകളിലേക്ക് മുന്നിലുള്ള. ചേട്ടനാണ് ഈ വീട്ടിലെ ആള്. എന്താ കണ്ടത്? ഞാൻ വരുമ്പോ ഞാൻ ആ മുറ്റത്ത് നിന്ന് മുറുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോ ഉണ്ട് ഈ ചേച്ചി ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി വരുന്നത്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചേച്ചി എന്ന് കൊണ്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴാണ് കടുവ തൊട്ടു പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ്. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. അപ്പൊ തന്നെ ഈ ചേച്ചി ഇടത്ത ഭാഗത്തേക്ക് ചാടി ആ കാപ്പിക്കകത്തോടെ കയറിയിട്ട് ഇപ്പഴത്തെ തിണ്ട കയറിയപ്പോഴേ കടുവ, ഞാൻ അലറി കിടന്നുണ്ട്. കൂവിയപ്പോഴത്തേനും കടുവ എന്റെ വീടിന്റെ മുറ്റത്തൂടെ കയറി. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് തൊട്ട് പറമ്പിലേക്ക് കയറി പോയത്. അടുത്ത പറമ്പിലേക്ക് കയറിയിട്ടുണ്ട്. എങ്ങനെ? വലിയ വലിപ്പമുള്ള കടുവയാ. ഈ പൊക്കമുണ്ട്, ഒരു നല്ല നീളമുണ്ട്, ഭയങ്കര നീളമുണ്ട്. അതിന്റെ വാലിന് തന്നെ ഈ നീളമുണ്ട്. അത്ര വലിപ്പമുള്ള. ഇതിപ്പോ എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ലല്ലേ? തൊട്ടടുത്ത കുന്നിലുള്ള തൊട്ടടുത്ത് ഈ അന്ന് മറ്റേ ആന നിന്ന് ആ കുന്നിലേക്കായിരിക്കും പോയത്. ആ കുന്നിലേക്ക് തന്നെ, ഈ കാണുന്ന കുന്നിലേക്ക് തന്നെയാണ് ഇത് കയറിപ്പോയേക്കണേ. ഞാൻ വ്യക്തമായിട്ട് കണ്ടു കയറിപ്പോ. ഇതിനു മുമ്പ് ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. പലതവണയുണ്ട്. ഇത് ഇന്നലെ മുതൽ അമർന്നുണ്ട് ഈ കടുവ കിടന്നിട്ട്. ഇന്നലെ മുതലുണ്ട് ഈ കടുവ ഇവിടെ. അലറിൽ നിങ്ങൾ കേട്ടു? കേട്ടപ്പോ നമുക്ക് ആടുകളൊക്കെ ഉള്ളതാ. അപ്പൊ ഈ ആടുകളെല്ലാം കൂട്ടിക്കിടന്ന് ഭയങ്കര ചാട്ടവും ബഹളവാ. അപ്പൊ അന്നേരം തന്നെ മനസ്സിലായി കടുവയാന്നുള്ള. കടുവയുടെ സൗണ്ടും അത് തന്നെയാ. ഇന്ന് ഇപ്പൊ കാറിയതും അങ്ങനെ തന്നെയാ. 2 പ്രാവശ്യം കടുവ അമറി ഇവിടെ ഈ മുറ്റത്ത് നിന്ന്, നമ്മുടെ പറമ്പിൽ നിന്നുകൊണ്ട് തന്നെ. ജനവാസ മേഖലയാണ് ഈ മൊത്തം അല്ലേ? ജനവാസ മേഖലയാ. രാവിലെ വെളുപ്പിന് കൊച്ചു പിള്ളേരും പ്രായം ചെന്നവരെല്ലാം പള്ളിയിൽ പോകുന്ന ആ സമയത്താണ് ഇത് കയറി വരുന്നത്.
എന്തോ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം നാട്ടുകാർ ബേലൂർ മക്നയുടെ ഭീതിയിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല. കാരണം ആ ആനയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ നിലവിൽ തന്നെ ഒരു ആനയ്ക്ക് വേണ്ടിയുള്ള വേട്ടയിലാണ്, ദൌത്യത്തിനിറങ്ങിയിരിക്കുന്ന ആളുകളാണ്. അവരാണ് വീണ്ടും ഇപ്പോൾ ഈ മറ്റൊരു ഭീഷണിയിൽ കൂടി എത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിലെത്തിയ കടുവ ജനങ്ങളുടെ സ്വൈര്യ കാൽപ്പാടുണ്ട്. ഈ കുന്നാനുള്ള അതിലേ കയറി വന്നതാണ്, ചവിട്ടി കയറി വന്നതാണ്. സാവിച്ചേട്ടൻ അതിനോട് വരുമ്പോഴാണ് പുറകെ ഓടുന്നത്. സാവിച്ചേട്ടൻ ഓണടിച്ച് പിടിച്ചപ്പോൾ സ്പീഡാക്കി പോയത്. ചേച്ചിനെ ഓടിച്ച് ചേച്ചി അങ്ങോട്ട് മാറി, സൈഡിലോട്ട് മാറിയതുകൊണ്ട് മാത്രം കഴിച്ചിലായി പോയെ. സാവിച്ചേട്ടൻ ബൈക്കിലോട് മാത്രം. ഞാനിവിടെ കിടന്ന് കാറി ഈ വഴിക്കല്ലേ കയറിപ്പോന്നെ, ആ പറമ്പിലേ കയറി അവിടെ നിന്ന് ഇറങ്ങി പാടക്കുണ്ട്. അപ്പുറത്തേക്ക് വിളിച്ചു അവരുടെ എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവർ മുന്നോട്ട് പോകുന്ന കാഴ്ച ഈ വീട്ടിലെ ചേട്ടനാണ് ആ കടുവയെ വ്യക്തമായി കാണുകയുണ്ടായത്. ആ വഴിയിൽ കൂടി പള്ളിയിൽ പോയ വീട്ടമ്മ മുന്നോട്ട് ഈ ഇടവഴിയിൽ കൂടി കയറി പോകാൻ ശ്രമിച്ചപ്പോഴാണ് ആ കടുവയെ കണ്ടത്. വലിയ ശബ്ദമുള്ള, വലിയ ശബ്ദത്തിൽ അലറിയ വലിയ ശരീരമുള്ളതാണ് ആ കടുവ. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകുന്നു. അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏത് നിമിഷവും ഏത് വശത്തു നിന്നും കടുവ ഇവിടേക്ക് ഒരു പക്ഷേ ചാടി വീഴുന്നതിനുള്ള സാഹചര്യവുമുണ്ട്. ഒരു കുന്നിൻ മുകളിലേക്കാണ് ഈ കടുവ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങോട്ടുള്ള യാത്ര ഒട്ടും ശരി, വയനാട്ടിൽ അവിടെ ഒരു കടുവയെ കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അനീഷ് ആ കടുവയുടെ കാൽപാദത്തിന് പിന്നാലെ പോകുന്ന ദൌത്യ സംഘത്തിനൊപ്പം വന ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾ ആശങ്കയിലാണ് ഉറപ്പായിട്ടും. ഈ അജി എന്ന ആ മധ്യവയസ്കന്റെ മരണം, അതിന് പിന്നാലെ തന്നെ അവിടെ തന്നെ ഒരു കടുവയെ കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം. അതാണ് അനീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലൂടെ ഇറങ്ങി വന്ന് ഇതിലെല്ലാം നോക്കുമ്പോ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കരിയിൽ അനങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ടേ. എന്നിട്ട് ഞാൻ ഈ ചേച്ചിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചേച്ചിനോട് പറഞ്ഞു അതല്ല പട്ടിയും പൂച്ചയായിരിക്കൂടി എന്ന് പറഞ്ഞു. അത്രേ സംഭവം എനിക്കറിയുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ നിങ്ങളൊരു ഭീതിയിൽ ആന ഭീതിയിൽ ഇരിക്കുവായിരുന്നു. പുറത്തിറങ്ങാൻ പേടിയാ. വിറക് പറക്കാൻ പോലും ഞാൻ പറമ്പിലേക്ക് പോകുന്നില്ലതേ ഇങ്ങനത്തെ പൂടത്തുള്ളി എടുത്ത് കത്തിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന പറമ്പിൽ കയറി പോകരുതെന്നാ പറഞ്ഞേക്കുന്നത്. അത് കാരണം ഞാൻ പോക്കൂല. കണ്ടില്ല. ഭയങ്കര ഒരു സൗണ്ട്, ഭയങ്കര ഞാൻ കേൾക്കാത്ത ഒരു സൗണ്ട് ഇന്നലെ കേട്ടത്. ഇന്നലെ 2:45 കാണും, മാത്രമേ ഉള്ളൂ. രാവിലെ ഒന്നും കണ്ടിട്ടില്ല. ആ സമയത്തൊക്കെ ഇതിലൂടെ കരിയിൽ അനങ്ങുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയാണ്ട് ഉണ്ടായിരുന്നു. രാത്രി ഇറങ്ങി പോയത്. ഇപ്പൊ പുള്ളിക്കാരന്റെ അടുത്തേക്ക് ചീറ്റി വന്നു എന്ന് പറഞ്ഞു. ഞാൻ എണീച്ചില്ല. പുള്ളിക്കാരന്റെ അടുത്തേക്ക് ചീറ്റി വന്നപ്പോ ഓടി പരിക്കാതെ കയറുക ചെയ്തെന്ന് പറഞ്ഞേ.
എന്നിട്ട് എന്നെ വിളിച്ചത് വേഗം എണീക്കുന്നു. അപ്പൊ എന്റെ വിചാരം മനസ്സിൽ ആന വന്നു എന്നാ. കടുവയാന്ന് വിചാരിച്ചില്ല. കടുവയാന്നുള്ള ചിന്തഗതിയില്ല. ഈ ആന വന്ന് പരക്കം പഞ്ഞിറക്കല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ആനയായിരിക്കുന്നു. അങ്ങനെ ഞാൻ ചാടി എണീക്കണത്. എന്തോ അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത്. ഇവർ പറഞ്ഞതുപോലെ കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിന് പോലും പോകുന്നില്ല. ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ കിട്ടുന്നത് വെച്ചാണ് അടുപ്പ് കത്തിക്കുന്നത് പോലും. അത്തരത്തിൽ പോലും ഒരു കൃഷിയിടത്തേക്കോ അല്ലെങ്കിൽ കാടിന്റെ സമീപ പ്രദേശങ്ങളിലേക്കോ പോകാൻ കഴിയാത്ത വിധം ഇവരുടെ ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്ന കാഴ്ച. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ചില നാട്ടുകാർക്കൊപ്പം അവിടേക്ക് പോയിരിക്കുന്നു. പക്ഷേ അങ്ങോട്ടുള്ള യാത്ര തികച്ചും അരക്ഷിതമാണ്. സുരക്ഷിതത്വം ഒട്ടുമില്ല. ഏത് നിമിഷവും ഈ കാട്ടിൽ നിന്ന് കടുവ താഴേക്ക് വരാനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ യാത്ര മാറ്റിവെച്ചത്. അങ്ങോട്ടുള്ള യാത്ര അതീവ ബുദ്ധിമുട്ടേറിയതാണ്. അനീഷ വേണ്ട, അത് സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം നമുക്ക് തെരഞ്ഞെടുക്കേണ്ട സാഹചര്യമില്ല നിലവിൽ. എന്നാൽ അനീഷ സുരക്ഷിതമായിരിക്കുക. അവിടെ ഒരു വിജനമായിട്ടൊരു പ്രദേശമാണ്, മരങ്ങൾ ഉള്ള ഒരു വീട് മാത്രമുള്ള ഒരു സ്ഥലം. അപ്പോൾ അനീഷ നിൽക്കുന്ന സ്ഥലത്തിന്റെ പരിസരത്ത് തന്നെ ആ കടുവയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവർ സുരക്ഷാ മുൻകരുതലോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യട്ടെ. അനീഷ് പരമാവധി സുരക്ഷിതമായി മാറി തന്നെ നിൽക്കുക. നമുക്ക് വാർത്തയിലേക്കൊക്കെ എത്താം. ആദ്യം സുരക്ഷിതമായിട്ട് ഇടം കണ്ടെത്തുക, സുരക്ഷിതമായിട്ട് സ്ഥലത്തേക്ക് അനീഷ് മാറുക എന്ന് മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ അനീഷിലേക്ക് വരാം. ബേലൂർ മഖനയെ പറ്റിയും എനിക്ക് ചോദിക്കാനുണ്ട്. ബേലൂർ മഖനയെ പറ്റിയും ചോദിക്കാനുണ്ട്. അതിലേക്കൊക്കെ അനീഷിലേക്ക് അനീഷ് ഓക്കെ, അനീഷ് സുരക്ഷിതമാണ്. അനീഷ്, ഈ ബേലൂർ മഖന അത് ഈ പറയുന്ന പോലെ കുറെ ദിവസമായല്ലോ. ആ പ്രദേശത്തെ ആളുകൾക്ക് ഇപ്പോൾ കടുവ അതൊരു ആശങ്കയായി നിൽക്കുന്നു. വന്നു ഇന്ന്, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ആനയുടെ ദൗത്യം എന്തായി എന്നുള്ളതിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഇന്നും തുടരുമോ? എപ്പോൾ തുടരും? എന്താണ് അവസ്ഥ അവിടെ? ഈ ബേലൂർ മഖനയ്ക്ക് മുമ്പായി ഇപ്പോൾ ഈ നമ്മളടക്കം മുന്നോട്ട് പോയി പിൻവാങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ സുരക്ഷയെ കരുതിയാണ്. അത്തരം ഒരു സുരക്ഷ പോലും ഇല്ലാതെയാണ് ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നത്. യാതൊരു സുരക്ഷയില്ല. നമ്മുടെ വനം വകുപ്പ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ എടുത്ത് കൈപ്പിടിച്ചോണ്ട് നടക്കുന്നത്. ഇപ്പൊ ആ പോയ കടുവ തിരിച്ചങ്ങനെ വന്ന ഈ ഫോറസ്റ്റുകാർ എന്ത് ചെയ്യും? പോയ 4 പേരും 4 പേരിൽ ഒരാളെ കൊണ്ട് കടുവ പോവും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർ നിർബന്ധിതരാവുകയാണ്. അതായത് ഇത്രയും ദുരവസ്ഥയിലും ജോലി ചെയ്യാനും നാടിനെ സംരക്ഷിക്കാനും അവർ നിർബന്ധിതരാവുക. ഒന്നുമില്ല, ഒരു ആയുധം പോലും ഒരു ആയുധവും ഇല്ല. അവരുടെ സ്വയം ഞങ്ങളെ സംരക്ഷിക്കണ്ട, ഞങ്ങൾ എന്തായാലും ദുരവസ്ഥയിലാണ്. അവർ ഈ കുടുംബവും വീട് വിട്ട് പണിയെടുക്കുന്ന ഇവർക്ക് പോലും സ്വയരക്ഷ പോലും ഇല്ല. എന്തുകൊണ്ട് ഈ കാര്യം മിനിഞ്ഞാന്ന് നമ്മുടെ നോർത്ത് വയനാട് DF നമ്മുടെ സാറ് ഡോവൽ സാർ വന്ന് ഇപ്പൊ ഈ കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഈ ഫോറസ്റ്റുകാർക്ക് ആവശ്യമായിട്ടുള്ള വെപ്പൺ ബൾക്കായിട്ട് വാങ്ങാനിരിക്കാന്നാണ്. ബൾക്കായി വാങ്ങി വരുമ്പോഴത്തേക്കും കാലം എത്രയാവും? നമ്മൾ ജോലി ചെയ്യുന്നവർ സ്വയം പ്രൊട്ടക്ഷൻ വേണ്ടേ? ഇപ്പൊ ഒരു RRD ടീമിനാണെങ്കിലും വെള്ളത്തിൽ പോകുന്നതിന് സേഫ്റ്റി ജാക്കറ്റ് ഉണ്ടാവും അവന്റെ ജീവൻ രക്ഷിക്കാൻ. ഈ ഫോറസ്റ്റുകാർക്ക് എന്താണ് സേഫ്റ്റിക്കുള്ളത്? ആവശ്യമുള്ള ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നില്ല. എന്തോ നമ്മൾ പിൻവാങ്ങിയ അതേ കാരണമാണ് ഇവർ പറയുന്നത്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യരാണ്. അവർക്ക് കൈകൾ കൊണ്ട് കടുവയെ നേരിടാൻ കഴിയില്ല. കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാനായി ആ ആളുകൾ നാട്ടുകാർക്കൊപ്പം മുകളിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ആ കുന്നിന് മുകളിൽ ഉള്ളത്. കാരണം ഇന്നലെ രാത്രി മുതൽ ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അലർച്ച കേട്ടതായി നാട്ടുകാരിൽ പലരും പറയുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഊഹിക്കാം, വനമേഖലയിലേക്ക് തിരിച്ചത് പോയിട്ടില്ല. ആ കുന്നിൻ മുകളിൽ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ നിൽപ്പുറപ്പിച്ചിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി എൽദോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ബേലൂർ മഖനയ്ക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചിട്ടുണ്ട്. രാവിലെ 5:30 തന്നെ ദൌത്യസംഘം കാട്ടിലേക്ക് പോയിരിക്കുന്നു. ഏതാണ്ട് 200ഓളം ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കാട്ടിൽ ഉള്ളത്. കുങ്കിയാനകളും ഇതിനകം വനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. പലപ്പോഴും ആനയുടെ വളരെ അടുത്ത് വരെ ഉദ്യോഗസ്ഥരെത്തും, ഈ ഷൂട്ട് ചെയ്യുന്നതിനുള്ള സംഘമെത്തും. പക്ഷെ അപ്പോഴേക്കും വളരെ പെട്ടെന്ന് ഈ കാട്ടാന അവിടെ നിന്നും മാറുന്ന സാഹചര്യം പൊന്തക്കാട്ടിൽ ഒപ്പം കൊങ്ങിണിക്കാട്ടിനുള്ളിൽ ഒളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആനയെ പിടിക്കുന്നതിനുള്ള ഒരു ദൌത്യം ഒരു തരത്തിലും വിജയം കാണാത്ത ഒരു സാഹചര്യം തന്നെ നിലവിൽ നിൽക്കുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ വനംവകുപ്പ് ഈ ആനയുടെ ആകാശ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. കൊടുങ്കാട്ടിനുള്ളിൽ ആന എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് ദൌത്യം ദുഷ്കരമായി തുടരുന്നത് എന്നീ കാര്യങ്ങൾക്കുള്ള ഒരു വിശദീകരണം എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും ആനയോടൊപ്പം മറ്റൊരു മോഴ കൂടിയുണ്ട്. മോഴയുടെ സാന്നിധ്യം കൂടി ആകാശ ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതും ഈ ദൌത്യത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുമുണ്ട്. എൽദോ